മുതലാളി ഒന്നടിച്ചേ. എന്താടാ ഓടിച്ച നീ മരുന്ന് മേടിച്ചുണ്ടോ? ഇവിടെ ഉള്ള മരുന്ന് കൊടുത്താൽ മതി, 1/2 സ്പൂൺ വെച്ച്. ഓക്സിജൻ തീർന്നു, ഓക്സിജൻ മേടിച്ചു കൊടുക്കണം. ഒരു കുറ്റി ഇപ്പോഴല്ലേ കൊടുത്തു, അതിന് മുമ്പ് കുടിച്ചെടുത്താ. ആ ജനലിൽ തുറന്നിടാൻ പറ. ഇവിടെയൊക്കെ കണ്ടവാൻ ഓക്സിജൻ ഉണ്ട്, വലിച്ചു കയറ്റട്ടെ. ആർത്തിപ്പെട്ട എന്നെ ചവിട്ടിട്ട് നീ കരയുന്നതാ ജോണ്ടി. എന്നെ എന്താടോ ഇത്? ഒന്ന് പതുക്കെ വന്നൂടെ? സ്ലോ മോഷനിൽ വീഴാൻ എനിക്ക് അറിയില്ല സിസ്റ്ററെ. അയ്യോ എന്ത് പറ്റും മുതലാളി? എന്തെങ്കിലുമൊക്കെ പറ്റുന്ന ലക്ഷണമുണ്ട്. ഈ പണ്ടാരത്തിനെ കടലിൽ നിന്ന് കൊണ്ടുവന്നവര് കിട്ടുകയല്ലേ? ഈ കിട്ടിയതൊന്നുമല്ല, ശരിക്കുള്ളത് കിട്ടാൻ പോണേ ഉള്ളു. എന്താടാ ഈ കിടക്കണത് ആരാണെന്ന മുതലാളിയുടെ വിചാരം? ലക്ഷപ്രഭുവാണ്, ലക്ഷപ്രഭു. പിന്നെ ലക്ഷപ്രഭു കടലിലല്ലേ കിടക്കുന്നത്? കിടക്കും, ചില ലക്ഷപ്രഭുക്കൾ കടലിലും കിടക്കും. വിശ്വാസം ഇല്ലെങ്കിൽ ഇതെന്താണെന്നൊന്ന് നോക്കിയേ. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസ്. കല്ലാസല്ല, കള്ളാസ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. ഇവന്റെ മുഖം കണ്ടാൽ അറിഞ്ഞൂടെ ഇവൻ ചിക്കിലുള്ള വീട്ടിലെ പയ്യനാണെന്ന്? ഇവനെ രക്ഷപ്പെടുത്തിയ പകൽ ഒരു 5 ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ? ആരോട് മേടിക്കും? അവന്റെ ഡാഡിയുടെ ഇന്ന്. തന്നില്ലെങ്കിലോ? കടപ്പുറം ഇളകും, കുത്തിപ്പിടിച്ച് വാങ്ങും. ഡാഡി നിനക്കറിയാമോ? അത് മമ്മിക്കറിയാലോ. മമ്മി നിനക്കറിയാലേ? അത് ഇവനറിയാലോ. ഇവനാരടാ? അത് അവർക്കറിയാലോ. ആർക്ക്? ഡാഡിക്കും മമ്മിക്കും. ഡാഡി മമ്മി ആരടാ? ഇവൻ ആരാണെന്ന് അറിയാതെ അവരാരാന്ന് ചോദിക്കാൻ പറ്റുമോ? ഇവൻ ആരാന്നറിയാൻ ഒരു ഐഡിയ. ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇതാരാണെന്ന് ചോദിച്ചാ പോരെ? അപ്പൊ അവൻ പറയില്ലേ? ഇല്ലേ? ഇല്ലെങ്കിൽ ഫോട്ടോ കളഞ്ഞേക്കാം. വന്നു. ആര്? ബോധം. ഭൂതോ? ഭൂതമല്ല, ബോധം. കണ്ണൂർ ചിരിക്കാണ്ടില്ലേ? മോനെ നീ ജീവിച്ചിരിപ്പുണ്ട്, മരിച്ചിട്ടില്ല. നിന്നെ രക്ഷിച്ചത് ഞാനാ. അതെ, ഞങ്ങളാ. നീ ധൈര്യമായിട്ടിരിക്ക്, ഞങ്ങളുടെ കൂടെ. മോന്റെ വീട് എവിടെയാണ്, നാടെവിടെയാണ്? ഞങ്ങൾ ഇപ്പൊ തന്നെ അറിയിച്ചേക്കാം. ഒന്നും പേടിക്കണ്ട, കാശ് തരാനുള്ളവരുടെ ലിസ്റ്റ് എന്തേലും ഉണ്ട്, നമുക്ക് ഉടനെ മേടിക്കാത്. മോന്റെ വീട് എവിടെയാണ് പറ മോനെ. ഞങ്ങള് പറയണത് മോൻ കേക്കണുണ്ട? ആ, എങ്ങനെ കേക്കാനാണ്? ചെവിയിലൊക്കെ വെള്ളം കയറി അടഞ്ഞു കാണും. കേൾക്കാൻ പറ്റില്ലെങ്കിൽ വർത്താനം പറയാൻ പറ്റില്ലേ? മോനെ മോനൊന്നുകൊണ്ട് പേടിക്കണ്ട, ഞങ്ങൾ ശത്രുക്കളല്ല, മിത്രങ്ങളാണ്. ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യം. രമണ, അവന്റെ ഊരും പേരും ഒക്കെ ചോദിച്ചു മനസ്സിലാക്കടേ. ആ പിന്നെ നിന്നെ രക്ഷിച്ച വകയിൽ കിട്ടാനുള്ള 5 ലക്ഷത്തിൽ 2 ലക്ഷം രൂപ ഇന്ന് കിട്ടണം. ബോധം പോയി. ബോധം പോയ പോകുമല്ല. ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം? അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം കെടുത്തി ഇറങ്ങുന്നത്. ഇപ്പൊ എന്താ ചെയ്യാ? ഇനി ബോധം വന്നെ വരെ വെയിറ്റ് ചെയ്തി. ഗ്ലൂക്കോസ് പകുതിയായി. എടാ, ഇവൻ ആമ്പറ അടിച്ചിട്ട് പോലെ ഒന്നും പറയുന്നില്ല. എടാ മോനെ, നീ ആരാണ്, എന്താണ്, ഊരും കൂടി എവിടെയാണ്, കാശപ്പ തരും, എത്ര നേരമാണ് ചോദിക്കുന്നു, എന്തെങ്കിലും ഒന്ന് പറയടാ. അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ? ഇവൻ പൊട്ടനാണ് മുതലാളി. ചതിച്ചോ ദൈവമേ? ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ. ദേ നോക്കിക്കോ. കണ്ട, ഇവൻ ബദിരനും മൂങ്ങനുമാണ്. എടാ, സത്യം പറഞ്ഞു, നിന്റെ വീടെവിടെയാണ്? എന്ത് വീടാ രമണ? ആംഗ്യ ഭാഷ ചോദിക്കും മുതലാളി. എന്നാ ഊരും കൂടി എവിടെയാണ് ആംഗ്യ ഭാഷ ചോദിക്ക്. ആംഗ്യ ഭാഷ ഞാൻ കാണിച്ചു തരാം. എടാ, നിന്റെ ഊരും കുടിയും എവിടെയാണ് നിന്റെ? അയ്യോ, കഞ്ഞി കൊടുത്താ പറയാന്ന്. മൂണങ്ങ്. നിന്റെ ഊരും കുടി എവിടെയാണ് പറ. അത്തായത് നിന്റെ ഇനി നീ ഊരണ്ട. ഓക്കെ മോനെ, മോനെ, വീട് നിന്റെ എവിടെയാണ്? മോലാളുടെ വീട് എവിടെയാണെന്ന്? ചുടുകാട്ടിൽ. എനിക്ക് വീടില്ല. ഞാന് കേരളത്തിന് അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ചു തരാം. ആംഗ്യ ഭാഷയിൽ ആംഗ്യ ഭാഷയിൽ ജബ ഊര്. അതെന്താ മുതലാളി? ഇവിടെ കണ്ണൂരിന്നാണ് ഞാൻ പറഞ്ഞത്, നിനക്ക് മനസ്സിലായില്ലേ? ഇപ്പൊ പറഞ്ഞപ്പോ മനസ്സിലായി. ഈ പൊട്ടന് മനസ്സിലായി, എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടന് മനസ്സിലായിട്ടില്ല. കാലടി ചോദിക്കും മുതലാളി. ഇത് ഓക്കെ. കാല് 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 ജബ അടി. അയ്യോ, കാലടി കാലടി കാലടി. വെട്ടൂര് ചോദിക്കട്ടെടാ, വെട്ടൂര്. വെട്ടൂര് ചോദിക്കട്ടെ, വെട്ടിക്കൊല്ലും പണ്ടാരടക്കാൻ. അവനേത് ഗുദാമെങ്കിലായിട്ട് ഇത് ചോദിക്കട്ടോ. നിനക്കെന്ന് പറയാൻ കാശ് പണം എന്താണ്? ഞാൻ കോഴിക്കോട് ചോദിക്കും. മോനെ, മോനെ, കോഴി
കോഴി ജബാലിഞ്ഞ കോഴി ഏറിയാൻ കോഴി ഓ ഡാൻസ് അല്ലടാ കോഴി 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 കോട് കോടെങ്ങനെ പറയും അതെ കോച്ചുവാദം വരുമ്പോ കോടും ഇല്ല ഇങ്ങനെ കോട് കോഴിക്കോട് കോഴിക്കോട് രക്ഷപ്പെട്ട് ഓംലെറ്റ് മേടിച്ചു കൊടുക്കാം കോട്ട് കൊല്ലിച്ച നിന്നോട് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ എസ് ഐ പറഞ്ഞു. എന്താ കാര്യം? നിനക്ക് കടലിൽ നിന്ന് എന്തോ സാധനം കിട്ടിയെന്ന് അറിഞ്ഞു. കിട്ടിയ സാധനമായിട്ട് ചെല്ലാനാ പറഞ്ഞേ. ഇതാണ് കിട്ടിയ സാധനം. ഇവൻ ആരാണ്, എന്താണ്, ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പുറത്തുവിടാൻ പറ്റില്ല. അത് കൊള്ളാം. പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതിയോ ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല. വേണ്ട, ഇവനെ പുറത്തുവിടണ്ട, അകത്തുവിടണ്ട. അവനാ വാതുക്ക നിന്നോട്ടെ. പാറാവുകാരനൊരു കൂട്ടാകുമല്ല. ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു. എപ്പോ ഞാൻ വിളിച്ചാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം. അപ്പോ ഇതിന്റെ ചെലവ്? ചെലവൊന്നും വേണ്ട, ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി. താങ്ക് യു. ഹലോ ഹലോ, ഞാൻ ഉണ്ണിയുടെ അമ്മാവനല്ലേ? അതെ. ഞാൻ ഉണ്ണിയുടെ ഒരു സുഹൃത്താണ്. ഓ അതെ, പൈസ കിട്ടിയിട്ടില്ല. ഇൻഷുറൻസ് ഒക്കെ ഉടനെ കിട്ടും. ഞങ്ങൾ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. ഡെഡ് ബോഡി കിട്ടിയില്ലെങ്കിലും ആള് മരിച്ചു ഉറപ്പായി. അല്ല, ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയനെ. അതെ, നിങ്ങൾക്ക് എത്ര തരാനുള്ളത്? എനിക്കും തരാനില്ല. ഞാൻ അങ്ങോട്ടാ കൊടുക്കാനുള്ളത്. അങ്ങോട്ടോ? വിഷം കേടാക്കി. ഏയ്, പണം തന്നിട്ട് പോണം. പണം തരാനോ? ഇവിടെ ഇയാൾക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല, പൊട്ടനാ. ഇയാളും പൊട്ടനായിരിക്കും, താനും പൊട്ടനായിരിക്കും. പക്ഷെ ഞാൻ പൊട്ടനല്ല. ബില്ലടിച്ചാ പണം തരണം. ഇല്ലെങ്കിൽ ഞാൻ അടിക്കും. എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്നു? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുമെന്ന്. ആരെ? ഇയാളെ? ഇയാളെ? വേണ്ടടാ, വെറുതെ തല്ലുകൊള്ളണ്ട. ചേട്ടാ, ഈ പണ്ടാരക്കാലം തൊട്ട കാശ് പോക്കാണല്ലടാ. മുതലാളി, അവനെ പിന്നെയും കാണാണ്ടായി. നീ വിശ്രമിക്കാൻ പോടാ, പോയി നോക്കടാ. നടക്കടാ. പണ്ടാര എന്റെ തലയിലായടാ. ഇവൻ വലയിലായപ്പോഴേ ഞാൻ കരുതിയത് മുതലാളിയുടെ തലയിലാവൂന്ന്. അതേടാ, എന്റെ തലയിൽ തന്നെ ആവും. നിന്റെ തലയിൽ ഒന്നുമില്ലല്ലോ. വോട്ടിന്റെ കെട്ടയക്കടാ, അയക്കടാ. ആ പഞ്ചാബികളെന്താ വോട്ട് പിടിച്ചെടുക്കുമെന്ന് കരുതി എവിടെ കൊണ്ട് നേട്ടാൻ പറഞ്ഞത്? ബോട്ടടിപ്പിച്ച പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ബോട്ടടിപ്പിക്കാൻ മുതലാളി സമ്മതിച്ചിട്ടില്ല. പുറം കടലിൽ ഞാൻ കണ്ണീര് കുടിക്കുന്നു. ഒരു ഷോട പോലും കഴിക്കാൻ പറ്റാതെ. എന്താ ഷോട കുടിക്കാൻ വേണ്ടി പുറകിടലിൽ ഞാനൊരു പെട്ടിക്കുട തുടങ്ങാടാ. ഭക്ഷണം പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായലും പച്ച ചെമ്മീനെ ഞാൻ കഴിച്ചത്. ഇപ്പൊ കൊളവാഴം വന്നിട്ടുണ്ട്. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. എന്താടാ? കടം മേടിച്ച കൊടുക്കൂല. രമണ, നീ എന്റെ ക്ഷമ പരീക്ഷിക്കരുത്. ഇവൻ ഒരുത്തനാണ് ഇതിനൊക്കെ കാരണം. 24 മണിക്കൂറിനുള്ളിൽ ഇവൻ എന്റെ കഴുത്തിൽ നിന്ന് കളഞ്ഞില്ലെങ്കിൽ നിന്നെ ബോട്ടിൽ കേട്ടൂല. മുതലാളിക്കും കയറാൻ പറ്റൂല. 20 മണിക്കൂറിനുള്ളിൽ പഞ്ചാബികൾ ബോട്ടും കൊണ്ട് പോകുന്നു പറഞ്ഞേക്കാണ്. അതല്ലടാ കെട്ടഴിക്കാൻ പറഞ്ഞത്. ആ, അങ്ങനെ മലയാളത്തിൽ പറ. കൊല്ലും ഞാൻ പന്നി. ഇനിയിപ്പോ ഏതായാലും ബോട്ട് വിൽക്കാം. കേറല്ലേ? ഇവൻ തന്നെ ആദ്യമായിട്ട് കേറട്ടെ. ദൈവത്തെ ഓർത്ത് വലതുകാലം വെച്ച് കേരള തെണ്ടി. എലിക്കല്ലേ വലത് കാലത്ത് ഈ മുതലാളി ചെട്ടി പുറകോട്ട് പോണ്. ചെട്ടി പുറകോട്ട് പോണല്ലടാ, ബോട്ട് മുമ്പോട്ട് പോണ്. ഇതെന്ത് മറിമായം? ബോട്ട് പോകും. നമ്മളെ വെള്ളത്തിൽ ചേർന്നാ. ഞാൻ വെള്ളത്തിൽ ചാടിച്ചെത്തേണ്ട കാര്യം, ബോട്ട് പോയില്ലേ? എന്ത് ദൈവമേ, ഈ മുടിഞ്ഞവൻ കാലെടുത്ത് വെച്ചാലും പ്രശ്നമാണല്ലോ. പാവ, അവനൊരു മൂങ്ങനല്ലേ മുതലാളി, ഒന്നും ചെയ്യണ്ട. പിന്നെ ഞാനും ചെയ്യടാ. മുതലാളി, നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എന്ത് തീരുമാനം? നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് മര്യാദക്ക് ബോട്ട് വിട്ട് തരാൻ പറയുന്നു. എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ട് തരില്ല എന്ന് പറയുന്നു. അപ്പൊ ഒരു തീരുമാനമായില്ലേ? ഇപ്പോഴെങ്കിലും ഒന്നും മിണ്ടാതിരിട ഊമേ. കത്തിക്കടാ. ഇങ്ങാട് പാടാ.
കഹാ കുസിയ ജാ രഹോ തും ലോഗ്? തടയണ്ട നീയൊക്കെ ഒരു അശുവാണ്. അകത്തേന്ന് പഞ്ചാബിലോട് ഹിന്ദിയിൽ പറ ഗംഗാധര മുതലാളിയും രമണനും വന്നേക്കണെന്ന്. പറയാ കൂടെ ഒരു പൊട്ടനുണ്ടെന്ന് പറ. വേണ്ടി വന്ന ഇവിടുത്തെ സിംഗുമാരായിട്ട് ഒരു കുസ്തിക്ക് തയ്യാറായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുസ്തി പഹൽവാൻ ആ പയൽമാൻ അന്തർ ജായി. ആഹാ വോട്ട് ചോദിക്കാൻ പറ്റിയ സമയം. പോകാം. വാ. അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട്. സലാം സാബ്. സർദാർജി നമ്മുടെ ബോട്ട്. ബോട്ടോ? എടോ ഇത് പഞ്ചാബാ പഞ്ചാബ്. ഇവിടെ ബോട്ടുമില്ല ബോട്ടിലുമില്ല. ഓടാ. എന്റെ ഭായി ചതിക്കരുത്, ഉപജീവനമാ. അതുകൂടി പോയാൽ. കാശ് ചോദിച്ച് ആളെ അയച്ചപ്പോ നീ എന്തൊക്കെയാ പറഞ്ഞത്? ഇത് പഞ്ചാബ് അല്ല കേരളമാണ്, കടപ്പുറമാണ്, വെലസിയ തട്ടിക്കളയും എന്നൊക്കെ അല്ലടാ. എന്റെ ഭായി ഞാനൊന്നും പറഞ്ഞിട്ടില്ല. മുതലാളി ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബോട്ടിൽ വെച്ചേ. മുതലാളി മറന്നുപോയതാ. നീ പറയും നിനക്കറിയില്ല പഞ്ചാബികളുടെ ശക്തി. നിനക്ക് സാധിക്കുമെങ്കിൽ ഗോതയിലേക്ക് ഇറങ്ങ്. എന്നിട്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും സിംഗിനെ അടിച്ചു നിലർത്ത്. എന്നാൽ നിന്റെ ബോട്ടിൽ ഞാൻ വെറുതെ തരാം. ഗുഡ് ഐഡിയ മുതലാളി. ഏതെങ്കിലും ഒരു സിംഗിൽ അടിച്ച് തോൽപ്പിക്ക്. ബോട്ടും കൊണ്ട് നമുക്ക് പോകാം. പക്ഷേ ധൈര്യമുണ്ടേ കേരടാ. ബോട്ട് ഫ്രീ ആയി കിട്ടോ? കിട്ടും. അപ്പൊ കാശോ? നീ ഒറ്റ പൈസ ബാക്കി തരണ്ട, അതും ഫ്രീ. ചെല്ലി ചെല്ലി ചെല്ലി. ഇതെന്ത് ഇത്? എന്ത് പറ്റി മുതലാളി? ശരിയാവില്ല. ഏ? അവൻ ജെട്ടിട്ടിരിക്കുന്നു. അതിന് മുതലാളിക്ക് എന്താ? ഞാൻ ഇട്ടിട്ടില്ലടാ. ഒരു ബോട്ട് തിരിച്ച് പിടിക്കാൻ വരുമ്പോഴെങ്കിലും ആ ഷഡ് ഇട്ടൂടെ? അത് ഇവിടെടാ. ഇവിടെ ബോട്ടിന്റെ മുകളിൽ ഉണക്കാനിട്ടപ്പോഴാണ് ഒരു ബോട്ട് കൊണ്ടുപോയത്. ഷോ എന്നാ ആദ്യം അത് ചോദിച്ചാലോ? എന്തു പറ്റി? ധൈര്യം ചോർന്നു പോയോ? ഏയ് വല്ലതും ചോർന്നു പോയാ തടയാനൊന്നും ഇട്ടിട്ടില്ല എന്ന് പറയായിരുന്നു. ഏയ് അങ്ങനെയൊന്നുമില്ല. ഞാൻ ഇവനൊക്കെ പടക്കുറുപ്പന്മാരുടെ ഫാമിലിയാ. ഞങ്ങളുടെ രക്തമെന്ന് പറയുന്നത് ക്ഷത്രിയ രക്തമാ. അങ്ങനെ പറഞ്ഞു കൊടുക്കണ രമണ. അതുകൊണ്ട് എനിക്ക് വേണ്ടി രമണൻ ഗോദായിലേക്ക് ഇറങ്ങുന്നതാണ്. ശരിയാവില്ല. നീ ക്ഷത്രിയനല്ലേ? സത്യം തന്നെ. പക്ഷേ ഈ സിംഗ് പറ്റൂല. എങ്കിൽ സോണിയായുമായി പിടിക്കട്ടെ. സോണി അതാരി? സോണിയ വന്നാട്ടെ വന്നോട്ടെ. अरे सोनिया आ. ദൈവമേ ഇവനാ സോണിയ. കാല് മാറിപ്പോയി. മുതലാളി സോണിയ പിടിയവനെ. അവൻ ജയിച്ചാ തോന്നണത്. കൊല്ലു കൊല്ലു കൊല്ലേ. പോയി ബോട്ട് പോയി. സോണിയ പാടോ ഉസ്കോ. പാടോ. കാല് വലി. നമുക്ക് ഞാനില്ല വേണ്ട. ഫയൽമാൻ ജയിച്ചേ. വേണ്ട ഫയൽമാൻ കേട്ടോ. അയ്യോ എന്റെ അമ്മേ. എന്നെ കൊല്ലും. അവനെ മാത്രം ഒന്നും ചെയ്യരുത്. അവന് ഊമയാണ്. ഇനി ഞങ്ങളെ തല്ലല്ലെന്ന് പറ. ഇത് തല്ലിയതല്ലടാ, ഞങ്ങളുടെ ഒരു തരം കളിയാ. തല്ലി വരുന്നതേ ഉള്ളൂ. ഞങ്ങളെ തല്ലി ചതച്ചതുകൊണ്ടോ എന്റെ ബോട്ട് പിടിച്ചു വെച്ചതുകൊണ്ടോ നിങ്ങളുടെ കാശ് കിട്ടുമോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? എന്റെ ബോട്ടിക്കതാ. അത് വിറ്റാണെങ്കിലും ഞാൻ കാശ് കൊണ്ടുവരാം. നീ വരില്ല. നിന്നെ എനിക്കറിയില്ലേ? എന്ത് പറഞ്ഞ ഈ സാബിനെ വിശ്വസിപ്പിക്ക? എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെങ്കിൽ വേണ്ട. ഇവനിവിടെ നിൽക്കട്ടെ. താഴെ വെച്ചാൽ പാമ്പ് കടിക്കും, തലയിൽ വെച്ചാൽ പൂച്ച കടിക്കുമെന്ന് പറഞ്ഞ് വളർത്തിയതാണ് ഇവര്. എന്റെ സ്വന്തം അനന്തരവനാണ് ഇവൻ.
അനന്തൻ. അനന്തനോ? എന്റെ അനന്ത, നിന്നെ ഒരു നിമിഷം കാണാതെ എനിക്ക് കഞ്ഞി കുടിക്കാൻ പോലും കഴിയില്ല. പക്ഷെ എന്ത് ചെയ്യാം, അമ്മാവൻ പണവുമായി വരുന്നവരെ നീ ഇവിടെ നിൽക്ക്. ഇവിടെ നിൽക്ക്. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ. വെറും ഒരു പണിക്കാരനായി എന്നെ പോലും പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത മുതലാളിക്ക് സ്വന്തം അനന്തരവനെ എങ്ങനെ പിരിഞ്ഞിരിക്കാൻ പറ്റും മുതലാളി? ഓഹോ, നിന്നെ പിരിഞ്ഞിരുന്നാലും ഇയാൾക്ക് വേദനിക്കുമല്ലേ? എന്നാ നീ ഇവിടെ നിൽക്ക്. ഏയ് അയ്യോ, അത് വേണ്ട. എന്താ? എനിക്ക് മുതലാളിനെ പിരിഞ്ഞിരിക്കാൻ പറ്റില്ല. സാരമില്ല രമണ, നിന്നെ പിരിയുന്ന ദുഃഖം ഈ മുതലാളി സഹിച്ചോളാം. മുതലാളി സാബ്, ഞാൻ ബോട്ടും കൊണ്ട് പോകുന്നേ ഉള്ളൂ. എന്റെ ജീവനും ജീവന്റെ ജീവനും ഇവിടെയാണ്. ഞാനിതെങ്ങനെ സഹിക്കും? ആ, അങ്ങനെ ഇരിക്കും എന്നോട് കളിച്ചാൽ. ഞാൻ പോയി വരട്ടെ മക്കളെ. 2-ാം തീയതി വരാം. ഏത് മാസം? എല്ലാ മാസവും 2-ാം തീയതി ഉണ്ടല്ലോ. പിടിച്ചു കൊണ്ടുപോ. പോയി മക്കളെ, ഞാൻ വാക്ക് കൊടുത്തു പോയി. ജപാലന വാക്ക് കൊടുത്ത്. എന്നാലും വാക്ക് മാറ്റാൻ മുതലാളി. കൊണ്ടുപോകാത്ത പാവം, അയാൾ കരഞ്ഞുകൊണ്ടാ പോകുന്നത്. അവൻ കരയണം, എന്നാലേ അവനൊക്കെ പഠിക്കൂ. ആ, ഇനിയെങ്കിലും നീ മനസ്സിലാക്കിക്കോടാ, എനിക്ക് ബുദ്ധിയുണ്ടെന്ന്. മണ്ട. പൊട്ടനും പോയി, മണ്ടനും പോയി, ബോട്ടും കിട്ടി. അതിലെ